ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവൻ്റെ ഭാവി നിർണയിക്കുന്നത് അവൻ യൗവനത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. പ്രത്യേകിച്ച് 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പലപ്പോഴും പലർക്കും തീരുമാനങ്ങൾ എടുക്കാതെ അവർ വ്യതിചലിച്ച് ജീവിക്കുന്നത്. ഈ സമയങ്ങളിൽ പലരും അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ, ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭാവി തന്നെ പലപ്പോഴും ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലുമൊക്കെ ആയി പോകുന്നത് നമുക്കിന്ന് നിത്യ കാഴ്ചകളാണ്. യൗവനത്തിൽ നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. പലപ്പോഴും യൗവനത്തിലെ നമ്മളെ തീരുമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മുടെ ഭാവി തന്നെ ഉയർച്ചയും താഴ്ചയിലും എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും അവരുടെ മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാറില്ല. എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ അത് നമ്മളുടെ മാതാപിതാക്കളോട് തുറന്നു പറയുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്ത് നാം മുന്നോട്ട് പോയി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ എപ്പോഴും നമുക്ക് അനുഗ്രഹമുള്ളതായി തീരും. കാരണം ഒരു മാതാപിതാക്കളും ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന തീരുമാനം ആ കുഞ്ഞിനോട് പറയാറില്ല. എന്നാൽ പലപ്പോഴും നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ, നമുക്കൊരു വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് ആലോചിക്കാൻ മടിക്കും, അവരോട് ആലോചന ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും. പല കുഞ്ഞുങ്ങളും പലപ്പോഴും മാതാപിതാക്കളെ ഭയപ്പെട്ടു, മാതാപിതാക്കളോട് ചോദിക്കാൻ പേടികൊണ്ടും പലപ്പോഴും ചോദിക്കാതിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. എന്നാൽ ഒന്ന് ഓർക്കുക, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഉപദേശത്തേക്കാൾ എത്രയോ വിലപ്പെട്ടതായിരിക്കും നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ഉപദേശം. കാരണം മാതാപിതാക്കൾ എപ്പോഴും നമുക്കൊരു ഉപദേശം നൽകുമ്പോൾ അത് അവരുടെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നായിരിക്കും അവർ നമ്മളെ ഉപദേശിക്കുന്നത്. ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ചില വഴികളിൽ പോകാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അത് വിലക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പലരുടെ അനുഭവങ്ങൾ അവർ കണ്ടതിൻ്റെ വെളിച്ചത്തും പല കാഴ്ചകളും അനുഭവങ്ങളും കേട്ടും കണ്ടും പരിചയമുള്ള വെളിച്ചത്തിലുമായിരിക്കും അവർ നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും പലരും നമ്മളോട് സാരമില്ല, കുഴപ്പമില്ല, പൊക്കോ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയാൽ ഈ സാരമില്ല എന്ന് പറയുന്ന പല വ്യക്തികളും നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ ഞാൻ ഓർത്തില്ല ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, സോറി. ആ സോറി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് നാം എന്നും ഓർക്കുക. സ്നേഹമുള്ളവരെ, ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, ഏഴ് വഴികളിൽ സഞ്ചരിക്കുമ്പോഴും, ഏത് വഴി പോകാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴും ഒന്ന് ആലോചിക്കുക, മാതാപിതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം ഒരു കുഞ്ഞിനെയും മോശമായ ഒരു വഴികളിൽ സഞ്ചരിക്കാൻ ഒരു മാതാപിതാവും ഒരിക്കലും അനുവദിക്കുകയുമില്ല, അവർ നമ്മളോട് പറയുകയുമില്ല. കാരണം അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മളോട് എപ്പോഴും ഏത് വഴികൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു തീരുമാനങ്ങളും ഒരു മാതാപിതാക്കളും എടുക്കുകയില്ല. നമ്മൾ അരുതാത്ത പല മേഖലകളിലും കടന്നു പോകുമ്പോൾ, അരുതാത്ത പല മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിലക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മളുടെ ഭാവിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ യൗവനത്തിലെ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന വലിയ പങ്ക് നമ്മളുടെ മാതാപിതാക്കളുടെ വാക്കുകൾക്കുണ്ട് എന്ന് തിരിച്ചറിയുക. ആ വാക്കുകൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ശിരസ വഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഏതു മക്കളൊക്കെയാണ് തങ്ങളുടെ മാതാപിതാക്കളെ ധിക്കരിച്ച് കടന്നു പോകുന്നത്, അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ ഇന്ന് നിത്യക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും പല പടുകുഴികളിലും പെട്ട് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീരുന്നതും നമ്മൾ നിത്യക്കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൗവനത്തിൽ നാം എടുക്കുന്ന തീരുമാനം, ആ തീരുമാനമാണ് നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൗവനത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും സ്വന്തം മാതാപിതാക്കളോട് പങ്കുവെക്കുകയും അവരുടെ അഭിപ്രായമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ
പരിശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കും. മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ അനുസരിക്കാതെ കടന്നുപോയിട്ടുള്ള അനേക കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മൾ ഇന്ന് നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ അത്രയേറെ സ്നേഹിച്ചും നമ്മളെ അത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ നമ്മുടെ ഭാവി ഒരിക്കലും തകർത്ത് കളയില്ല. മക്കളെ സ്നേഹിക്കുകയാണ് എല്ലാ മാതാപിതാക്കളും അവരുടെ മരണം വരെയും ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.